ഇപ്പൊ ഈ അമ്പിളിച്ചേട്ടനെ പറ്റി പറയുമ്പോ ഏറ്റവും കൂടുതൽ പറയുന്നൊരു കാര്യമാണ് തന്നെയാ വിളിക്കുന്നത്. പുള്ളി ഷോട്ട് എടുക്കുമ്പോ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ചില ഡയലോഗ് പറയും, ചില മൊമെന്റ്സ്. പക്ഷെ അതൊന്നും അവന്റെ മാത്രം കഴിവൊന്നുമല്ല. അതൊട്ടും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല, അങ്ങനെ ചെയ്യാനേ പാടില്ല. ഇപ്പൊ ഞാൻ എന്തും ചെയ്യും എന്നുള്ളൊരവസ്ഥ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഡയറക്ടർ നിർബന്ധമായിട്ടും പറയണം. ഒന്നില്ലെങ്കിൽ അത് പറഞ്ഞിട്ട് ചെയ്യണമായിരുന്നു എന്ന് പറയണം, അല്ലെങ്കിൽ കൂശുമ്പ് തന്നെ കൂശുമ്പ്. ഈ പോക്കരത്തരം പറഞ്ഞ ഞാൻ തെണ്ടിത്തരം പറയും. നിനക്കെന്നെ അറിഞ്ഞൂടാ, നീ കൂടുതൽ ആളാവില്ല കേട്ടാ. അത് പറഞ്ഞിട്ട് ചെയ്യണമായിരുന്നു എന്ന് പറയണം, അല്ലെങ്കിൽ നന്നായിരുന്നു അതുകൊണ്ട് ഓക്കെ എന്ന് പറയണം, അതല്ലെങ്കിൽ അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് മാറ്റണം. ശബത്തി കുത്താതെ അളിയാ. നീ ഒരു മഹാമണ്ടൻ തന്നെ. അതൊരു കഴിവായിട്ടും അതൊരു മിടുക്കായിട്ടും വെക്കുന്നത് ഒട്ടും ശരിയായിട്ടൊരു കാര്യമല്ല. അയ്യോ നാക്കി കുരുവരണ വർത്താനൊന്നും പറയല്ലേ. അതായത് വലിയ നടനാണെങ്കിലും 10-60 വർഷത്തെ ജീവിതം ഒന്നും അല്ലാതെ ആയതുപോലെ ആയിപ്പോയി. അത് എന്താ വെച്ചാൽ ആ സീൻ ഹർട്ട് ചെയ്യുമോ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അതിന്റെ കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളുണ്ട്. നമ്മളൊരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചാൽ പോയിരിക്കും. നമ്മുടെ ഡയലോഗ് ഇങ്ങനെ, അപ്പൊ ഇയാൾ പറഞ്ഞു നിർത്തുന്ന ഡയലോഗിന്റെ അവസാന വാക്ക് ഇതാണ്, ആ വാക്ക് കണക്ട് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ ഡയലോഗ് പറയാം. എന്നിട്ട് പിന്നെ അങ്ങനെ അത് ആ കണക്ഷൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ ബുദ്ധിമുട്ട് വരും. അപ്പൊ ചിലപ്പോ നമ്മളിത് പറഞ്ഞൊപ്പിക്കുമായിരിക്കും, പക്ഷെ അത് നമ്മുടെ പറഞ്ഞൊപ്പിക്കലാവും. അപ്പൊ വീക്കാകുന്നത് ഈ നടനാണ്. ഇത് പറയാൻ ഒരു ഇന്ത്യൻ പൗരന് അവകാശമുള്ള പട്ടിപ്പന്നികളായി. അദ്ദേഹം അവിടെ ജയിക്കും, ഇവിടെ ഒരാൾ പരാജയപ്പെടും എന്റെ ഒപ്പം. സമ്മതിക്കില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. അപ്പൊ അതുകൊണ്ട് അത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. ഈ സ്വന്തമായിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് ഇടുക എന്ന് പറയുന്നത് ഒട്ടും നല്ല ലക്ഷണമല്ല. അതെ, എന്റെ കാര്യങ്ങൾ താൻ ഇടപെടണ്ട, താൻ തന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഇപ്പോഴും ദ ബെസ്റ്റ് കൊമേഡിയൻ ഇൻ മലയാളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം തന്നെയാണ്. അത് ഇങ്ങയുടെ ഈ ഒരു ക്വാളിറ്റീസും ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ടാണ്. അത് പക്ഷെ ഒരു ഡയറക്ടറിന് ഇഷ്ടപ്പെടണം എന്ന് പറയുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ അവിടെ ഹീഗോ ഹേർട്ട് ആവും, അല്ലെങ്കിൽ ഡയറക്ടറിന്റെ മുകളിൽ കയറി ഒരു ആക്ടർ പെർഫോം ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യും. അങ്ങനെ ഇതാ ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞ ആരും വിശ്വസിക്കൂല. എനിക്കിതൊന്നും മറുപടി പറയാൻ അറിയാൻ വേണ്ടല്ല, പക്ഷെ ഇത്തിരി സംസ്കാരം ഉണ്ടായിപ്പോയി.